അധികം എരിവ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും സോഫ്റ്റായിട്ട് ഇറച്ചി കഴിക്കാൻ താല്പര്യമുള്ളവർക്കും ഏറ്റവും നല്ല ഒരു കറി ഏതെന്ന് ചോദിച്ചാൽ ചിക്കൻ കുറുമ തന്നെയാണ്. രാവിലെ തുടങ്ങി രാത്രി വരെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനകത്തും നമുക്ക് പെടുത്താൻ പറ്റുന്ന ബെസ്റ്റ് കോംബോയാണ് ചിക്കൻ കുറുമ. സോ ഗൈസ്, ഇറ്റ്സ് മീ ശ്രീ, വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. നമുക്ക് ചിക്കൻ കുറുമയുടെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഈ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാന് അത്യാവശ്യം നന്നായിട്ട് ചൂടായി. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് കറിക്ക് തോന്നുന്നത്. ഇത് നാടൻ വിഭവമാണ്. പിന്നെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഈ സ്റ്റൈലിൽ തന്നെയാണ് ആ റെസിപ്പിയും വരുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ അത്യാവശ്യം നമുക്ക് പൊട്ടിക്കാനുള്ള കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. അതിലോട്ടേക്ക് 4 വറ്റൽമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. ചിക്കൻ കുറുമ ആയതുകൊണ്ട് തന്നെ വറ്റൽമുളക് ഒരിക്കലും കടന്ന് കറുത്ത് പോകാൻ പാടില്ല. പാൽക്കറിക്ക് കറുത്ത് പോയി കഴിഞ്ഞാൽ അതിനെപ്പോഴും ഒരു കരിച്ചവയുണ്ടാവും. അത് നമ്മുടെ കറിയുടെ ടേസ്റ്റിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. മസാലക്കറി ആയതുകൊണ്ട് തന്നെ മസാല ഫ്ലേവർ ഉണ്ടാക്കാനായിട്ട് ഇവിടെ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂണാണ്, ശ്രദ്ധിക്കുക. ടീസ്പൂൺ കണക്കും ടേബിൾ സ്പൂൺ കണക്കും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. 3 ഗ്രാമ്പു, അതുപോലെ തന്നെ 3 തക്കോലം അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂ കണക്കിരിക്കുന്ന സ്റ്റാർ ഷേപ്പ് വരുന്ന ഇതാണ് തക്കോലം. അതുപോലെ തന്നെ 3 ഏലക്കയും 4 കറുവാപ്പട്ടയും കൂടെ ചേർത്ത് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തു. ഈ സമയത്താണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തത്. നമ്മൾ ആദ്യമേ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ അത് കറിയിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ എണ്ണ വഴറ്റുന്ന നേരത്ത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകത്തില്ല. അതിനുവേണ്ടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സബോള ചേർക്കുന്നതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് മധുരം കൂടുതലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് 2 സബോളയൊക്കെ തന്നെ ധാരാളമായിരിക്കും. പെട്ടെന്ന് വഴന്ന് വരാൻ കുറേശ്ശെ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, അത്രയും തന്നെ മതിയാവും കറിക്ക്. അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന ഈ കറിയുടെ ഈ ഒരു കോമ്പിനേഷന് നമുക്ക് ഇത്രയും മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത്. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുറുമയ്ക്ക്. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെതും പിന്നെ നമ്മൾ ചേർക്കുന്ന കുരുമുളകിൻ്റെയും എരിവായിരിക്കും. ഇവിടെ ഞാൻ 3 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ലാസ്റ്റ് ഒന്നുകൂടെ പച്ചമുളക് ചേർക്കും. ആദ്യം 3 ഇട്ടൊന്ന് വഴറ്റി എടുക്കുക ആദ്യം തന്നെ. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു വലിയ കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുന്ന പരുവായിരിക്കും ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബോളയ്ക്കകത്ത് ഇതിട്ട് വഴറ്റുന്ന നേരത്ത് ഇതിനകത്ത് അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങിനെ ഉപ്പ് പിടിക്കില്ലെങ്കിൽ പോലും ഈ ചൂടുകൊണ്ട് ചെറിയ കഷ്ണവും പെട്ടെന്ന് തന്നെ കിഴങ്ങ് കിടന്ന് ഒന്ന് വഴന്ന് വെന്ത് വരും. വഴന്ന് വെന്തതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തത്. കുറുമയ്ക്ക് പുളി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തക്കാളി ചേർത്താൽ മതി. തക്കാളി ചേർക്കുന്നത് ഇവിടെ ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇപ്പോൾ വഴന്ന് വന്നതിലോട്ടേക്ക് അത്യാവശ്യമുള്ള പൊടികൾ ചേർക്കുകയാണ്. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ടേബിൾ സ്പൂൺ ടീസ്പൂൺ മാറിപ്പോകരുത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അത്രയും നമ്മൾ കുറുമ ആയതുകൊണ്ട് തന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇവിടെ കൂടുതലായിട്ട് ചേർക്കുന്നത്. നമ്മൾ കുറുമ കറികൾക്ക് എപ്പോഴും മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. നമ്മളിവിടെ വേറെ മുളക് പൊടി ചേർക്കത്തില്ല. പകരം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ്. ഇവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. പൊടിയോ ചതച്ചതോ ഏതും ചേർക്കാം, 1/4 ടീസ്പൂൺ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകും പെട്ടെന്ന്. 3/4 കിലോ കോഴി അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാ വശങ്ങളിലോട്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി കാണാം. ഈ സമയത്ത് തേങ്ങയുടെ 3-ാം പാല് ചേർത്ത് വെക്കണം. 3-ാം പാൽ എടുക്കുമ്പോഴത്തേക്ക് 2-ാം പാലും
മൂന്നാം പാലും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂട്ടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിനനുസരിച്ച് ചേർത്ത് വേണം മൂന്നാം പാലിനകത്ത് ഒഴിച്ചാണ് നമ്മൾ ചിക്കൻ ഇവിടെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളത്തിലിരുന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിനകത്ത് ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. രണ്ടാം പാലാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെന്നുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പാല് പിരിഞ്ഞു പോയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം പാല് വെള്ളം കൂട്ടി ചേർത്തുകൊണ്ടാണ്. ഈ സമയത്ത് 4 പച്ചമുളകും കൂടെ കീറി ഞാൻ ഇട്ട് കൊടുക്കുക. 4 5 നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. വേറെ എരിവൊന്നും നമ്മുടെ കറിക്കില്ല. വറ്റൽമുളക് ഇപ്പോൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, അത് കരിഞ്ഞിട്ടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഈ സമയത്ത് കുറച്ച് ഒരു 3 4 തണ്ടോ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും നാടൻ കറി ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം ചേർക്കുന്ന കറിവേപ്പിലയുടെ ഫ്ലേവർ ആയിരിക്കും കറിയിൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. അത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഇത് പൊടിച്ചതല്ല ചതച്ചതാണ്. പൊടിച്ചതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കറിയുടെ കളറ് മാറി കറുപ്പായി പോവും. ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിച്ച 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ. ഇത് ഞാൻ എൻ്റെ എല്ലാ ചിക്കൻ കറികൾക്കും ചേർക്കുന്ന ഗരം മസാലയാണ്. റെസിപ്പി അറിയാത്തവർ ചിക്കൻ കറികളുടെ അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല റെസിപ്പി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗരം മസാല കിട്ടും. എപ്പോഴും എല്ലാ കറികളും എടുത്ത് പറഞ്ഞ് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കണ്ട എന്നോർത്തിട്ടാണ് ഞാനത് പറയാത്തത്. ഇനിയിപ്പം നന്നായിട്ട് കറി ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, ശുദ്ധമായ തേങ്ങാപ്പാൽ, നമ്മൾ തേങ്ങയുടെ അരിച്ചെടുക്കുന്ന പാല്, ഈ പാലൂടെ ചേർത്ത് ഈ പാല് ചേർക്കാൻ നേരത്തേക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞു പോകും. പാല് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറുമയ്ക്ക് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. മാത്രമല്ല ഒരു പുളി ചിലപ്പോൾ അനുഭവപ്പെട്ടെന്നും വരും. നമ്മൾ ഇതുവരെ ചെയ്തത് എല്ലാം വേസ്റ്റായി പോകും. അപ്പോൾ ഗെയ്സ്, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഇത് കിടക്കുന്ന കണ്ടില്ലേ, വളരെ ടേസ്റ്റായിട്ടുള്ളതും എരിവ് കുറഞ്ഞതും പിള്ളേർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ വില്ലേജ് കറീസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലമായി ഗുഡ് ബൈ.